ഹിജാബ് വിവാദം കേരളത്തിൽ പടരുകയാണ്. വിഷയത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് സമസ്ത. തട്ടത്തിൻ മറയത്തെ വർഗീയത എന്ന പേരിലാണ് ചർച്ച സംഘടിപ്പിക്കുന്നത്. കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷനാണ് അതിൻ്റെ സംഘാടകർ. ഹിജാബ് വിലക്കുന്ന നടപടി ഏതൊക്കെ സ്കൂളുകളിൽ നടക്കുന്നു എന്നവർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സ്കൂളുകളുടെ കണക്കെടുപ്പാണ് സമസ്ത നടത്തുന്നത്. സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വഴിയാണ് ഈ കണക്കെടുപ്പ് നടക്കുന്നത്. ശിരോവസ്ത്രത്തെ പേടിസ്വപ്നമാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമമാണ് സ്കൂളുകളിൽ നടക്കുന്നത് എന്നാണ് സമസ്തയുടെ ആരോപണം. ശിരോവസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്നവരെ വർഗീയവാദികളാക്കി ആക്ഷേപിക്കുന്നു. കേരളത്തിൽ മുസ്ലിം മതസ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചോദിക്കുന്നത്. തട്ടമിട്ട് പെൺകുട്ടികൾ സ്കൂളിലെത്തിയാൽ സഹപാഠികൾക്ക് പേടിയാകുമെന്ന ആഖ്യാനം കേരളത്തിൽ പ്രചരിക്കുന്നുണ്ടോ? സ്ത്രീകളുടെ മതവസ്ത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളെ കാണാത്തത് എന്തുകൊണ്ട്? സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ പോരാടേണ്ട പരിമിത രാഷ്ട്രീയ സാഹചര്യമാണോ വിദ്യാസമ്പന്ന കേരളം? ഹിജാബ് വിലക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയമാണോ? അതോ കേരളത്തെ പിളർത്തുന്ന മതശാഠ്യം മാത്രമാണോ ഹിജാബ്?